സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏത്? സമത്വ സമാജമാണ്. ഓപ്ഷൻ ഡി, സമത്വ സമാജം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശം ആർക്കാണ്? ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശം കേന്ദ്ര ഗവൺമെന്റിന് ആണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ്. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആര്? ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് വി ഗിരിയാണ്. വി ഗിരിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാടാണ്. മലനാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ്. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് കുർക്കുമിൻ. കുർക്കുമിനാണ് മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ്. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമമാണ്. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം ഏതാണ്? പാസ്കൽ നിയമം. നേത്ര ചികിത്സയിൽ ഉപയോഗിക്കുന്നത് എന്താണ്? നേത്ര ചികിത്സയിൽ ഉപയോഗിക്കുന്നത് അൾട്രാവയലറ്റ് കിരണമാണ്. അൾട്രാവയലറ്റ് കിരണമാണ് നേത്ര ചികിത്സയിൽ ഉപയോഗിക്കുന്നത്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡലയാണ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡല. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്ലാസന്റയുടെ ധർമ്മങ്ങൾ ഏതൊക്കെയാണ്? പ്ലാസന്റയുടെ ധർമ്മങ്ങൾ തന്നിരിക്കുന്നു. ഓക്സിജനും പോഷകങ്ങളും ഭ്രൂണത്തിന് എത്തിച്ചു കൊടുക്കുക, ഭ്രൂണത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുക, ഭ്രൂണത്തിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡും വിസർജ്യ വസ്തുക്കളും പുറന്തള്ളുക. പ്ലാസന്റയുടെ ധർമ്മങ്ങൾ ഇതിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 3ഉമാണ്. 1ഉം 3ഉം. എന്തൊക്കെയാണ്? ഓക്സിജനും പോഷകങ്ങളും ഭ്രൂണത്തിൽ എത്തിച്ചു കൊടുക്കുക, ഭ്രൂണത്തിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡും വിസർജ്യ വസ്തുക്കളും പുറന്തള്ളുക. അടുത്ത ചോദ്യം, കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായിട്ട് സഹകരിച്ചിരിക്കുന്ന രാജ്യം ഏതാണ്? കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുതി പദ്ധതിയുമായിട്ട് സഹകരിച്ചിരിക്കുന്ന രാജ്യം ചൈനയാണ്. ഓപ്ഷൻ ഡി, ചൈന. സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് സമയപരിധി ഉറപ്പാക്കുന്ന നിയമം. സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് സമയപരിധി ഉറപ്പാക്കുന്ന നിയമം സേവന അവകാശ നിയമമാണ്. സേവന അവകാശ നിയമം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാടാണ്. വയനാട്. പന്നിയൂർ 1 എന്നത് താഴെ പറയുന്ന ഏതിനം സസ്യത്തിന്റെ സങ്കരയിനമാണ്? പന്നിയൂർ 1 എന്നത് താഴെ പറയുന്ന ഏതിനം സസ്യത്തിന്റെ സങ്കര ഇനമാണ്?
കുരുമുളകാണ്. കുരുമുളകിന്റെ സങ്കര ഇനമാണ് പന്നിയൂർ 1 എന്നത്. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ആണ്. ഓപ്ഷൻ ബി നാഗാലാൻഡ്. സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലോഹം വെള്ളിയാണ്. വെള്ളി. ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഗേഡ കർഷക സമരം നടന്ന വർഷം. ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഗേഡ കർഷക സമരം നടന്ന വർഷം 1918 ആണ്. 1918. ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചത്? ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചത്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയാണ് ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ സൂചിപ്പിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ആനമുടിയുടെ ഉയരം ഓപ്ഷൻ സി 2695 മീറ്റർ. ഓപ്ഷൻ സി 2695 മീറ്റർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് ആണ്. ഓപ്ഷൻ എ ആനി ബസന്റ്. ഇന്ത്യയിൽ GSTയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ GSTയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് അടൽ ബിഹാരി വാജ്പേയി ആണ്. ഓപ്ഷൻ സി അടൽ ബിഹാരി വാജ്പേയി ആണ് ഇന്ത്യയിൽ GSTയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ. ഓപ്ഷൻ സി ആണ് ഉത്തരം. കുറിച്യർ, കുറുമ്പർ എന്നിവരാണ്. കുറിച്യർ, കുറുമ്പർ എന്നിവരാണ് ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ. അടുത്ത ചോദ്യം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം. സെറിബ്രത്തിന് പിന്നില് 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. ഓപ്ഷൻ സി സെറിബെല്ലം. പോളിഡിസ്പിയ എന്താണ്? പോളിഡിസ്പിയ എന്നത് ഡിസ്പിയ. ഓപ്ഷൻ ബി ആണ് അമിത ദാഹമാണ്. പോളിഡിസ്പിയ എന്നത് അമിത ദാഹം. കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം. കോപ്പറിന്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം സൾഫർ ആണ്. സൾഫർ കോപ്പറിന്റെ ശത്രു സൾഫർ. കുട്ടികളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഗ്രന്ഥി. കുട്ടികളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥിയാണ്. തൈമസ് ഗ്രന്ഥി. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യമായിട്ട് എഴുതപ്പെട്ട ഭാഷ. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ ആദ്യമായിട്ട് എഴുതപ്പെട്ട ഭാഷ തെലുങ്കാണ്. ഓപ്ഷൻ എ തെലുങ്ക്. ചലച്ചിത്രങ്ങളുടെ പ്രദർശനാനുമതി ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ പെടുന്നു? ചലച്ചിത്രങ്ങളുടെ പ്രദർശനാനുമതി ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ പെടുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം. യൂണിയൻ ലിസ്റ്റിലാണ്. യൂണിയൻ ലിസ്റ്റ്. ചലച്ചിത്രങ്ങളുടെ പ്രദർശനാനുമതി ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. സൂര്യനും ചന്ദ്രനും ചുറ്റും വലിയ പ്രതിഭാസങ്ങൾ തീർക്കുന്ന മേഘങ്ങൾ ഏതാണ്? സൂര്യനും ചന്ദ്രനും ചുറ്റും വലിയ പ്രതിഭാസങ്ങൾ തീർക്കുന്ന മേഘങ്ങൾ
ഓപ്ഷൻ എ ആണ് സിറോസ്ട്രാറ്റസ് ആണ് സൂര്യനും ചന്ദ്രനും ചുറ്റും വലിയ പ്രതിഭാസങ്ങൾ തീർക്കുന്ന മേഘങ്ങൾ. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി. ചെറുകുടലില് ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി ഓസ്മോസിസ് ആണ്. ഓപ്ഷൻ സി ഓസ്മോസിസ്. ഏത് സമുദ്രജീവിയാണ് പവിഴപ്പുറ്റായിട്ട് മാറുന്നത്? ഏത് സമുദ്രജീവിയാണ് പവിഴപ്പുറ്റായിട്ട് മാറുന്നത്? പോളിപ്സ് ആണ്. പോളിപ്സ് ആണ് പവിഴപ്പുറ്റായിട്ട് മാറുന്നത്. പോളിപ്സ്. ഏത് രോഗമാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത്? നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവിയാണ്. സ്കർവി ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് എന്നത് കമന്റ് ചെയ്യാം. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി. പരശുരാമ ഐതിഹ്യത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ്? പരശുരാമ ഐതിഹ്യത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി പ്രാചീന മലയാളമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പ്രാചീന മലയാളം. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി അനുയാത്രയാണ്. ഓപ്ഷൻ എ അനുയാത്ര. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കപ്പെട്ട വർഷം 1951 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കപ്പെട്ടത് 1951. റിഗർ എന്നറിയപ്പെടുന്ന മണ്ണ് ഏത്? റിഗർ എന്നറിയപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണാണ്. റിഗർ എന്നറിയപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണ്. കാലിയം എന്നത് ഏത് മൂലകത്തിന്റെ ലാറ്റിൻ നാമമാണ്? കാലിയം എന്നത് ഏത് മൂലകത്തിന്റെ ലാറ്റിൻ നാമമാണ്? പൊട്ടാസ്യമാണ്. പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നാമമാണ് കാലിയം. ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച വനിത ആര്? ആദ്യമായിട്ട് ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച വനിത ഷൈനി വിൽസൺ ആണ്. ഷൈനി വിൽസൺ. ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയൻ ആര്? ആദ്യമായിട്ട് ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയൻ ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. ആർത്രൈറ്റിസ് ഡാഷിനെ ബാധിക്കുന്ന രോഗമാണ്. ആർത്രൈറ്റിസ് ബാധിക്കുന്നത് സന്ധികളെയാണ്. ആർത്രൈറ്റിസ് സന്ധികളെ ബാധിക്കുന്ന രോഗമാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ശില്പി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ശില്പി ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. ലാൽ ബഹാദൂർ ശാസ്ത്രി. ശ്രീബുദ്ധൻ ജനിച്ചത് എവിടെയാണ്? ശ്രീബുദ്ധൻ ജനിച്ചത് ലുംബിനിയാണ്. ലുംബിനി. ശ്രീബുദ്ധൻ ജനിച്ചത് ലുംബിനി. ഫ്ലൈയിങ് സിഖ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം. ഫ്ലൈയിങ് സിഖ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം മിൽഖാ സിംഗ് ആണ്. മിൽഖാ സിംഗ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ഡാഷ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ഡാഷ്. പാൻക്രിയാസ്. പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായശാലകളുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായശാലകളുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. എറണാകുളം. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിലുള്ള മൂലകം ഏത്? സാധാരണ ഊഷ്മാവിൽ
ദ്രാവകാവസ്ഥയിലുള്ള മൂലകം? ബ്രോമിൻ ആണ്, ബ്രോമിൻ. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതായിരുന്നു? ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു മീഥൈൽ ഐസോസൈനേറ്റ് ആണ്. മീഥൈൽ ഐസോസൈനേറ്റ് ആണ് ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു. മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം പശ്ചിമഘട്ടങ്ങളുടെ കിഴക്ക് വശമാണ്. പശ്ചിമഘട്ടങ്ങളുടെ കിഴക്ക് വശമാണ് മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം. ഈ ഒരു മോക്ക് ടെസ്റ്റിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്നത് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. തെരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത് ഡാഷ് ആണ്. തെരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.